ഹലോ സുഹൃത്തുക്കളെ, ഒലിവ് റെഡ്ലി ഇനത്തിൽപ്പെടുന്ന ഒരിനം കടലാമയാണ് കേട്ടോ ഇത്. ചാവക്കാടുള്ള സൂര്യ ക്ലബിൻ്റെ കീഴിലുള്ള ആമ സംരക്ഷണ സമിതിയിലെ ഇക്കാമാർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒലിവ് റെഡ്ലി ഇനത്തിൽപ്പെടുന്ന ഈ കടലാമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ ഏറ്റവും വിഷമിക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് കിട്ടിയ കേട്ടോ. കാരണം നമ്മൾ മനുഷ്യന്മാർ വീടെറിഞ്ഞ വലയുടെ വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കടലിലേക്ക് ഇട്ടിട്ട് ഒരു ഇഞ്ച് പോലും മുന്നിലേക്ക് നീന്താൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ബീച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ള കടലാമയാണ് കേട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കടലാമകൾ കരയ്ക്ക് കയറിയിട്ട് മുട്ടയിടുന്ന ഒരു ബീച്ച് കൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ ചാവക്കാട് പുത്തൻ കടപ്പുറം. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു സംഘടന, അതായത് ഒരു ആമ സംരക്ഷണ സമിതി സൂര്യ ക്ലബിൻ്റെ കീഴിൽ ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആമ മുട്ടയിടാൻ കയറുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ 24 മണിക്കൂറും ഇവരുടെ ശ്രദ്ധ തീരത്തുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നപ്പെടുന്ന ആമകളെയും സാധാരണ മുട്ടയിടാൻ കയറുന്ന ആമകളെയും ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റും. മുട്ടയിടുന്ന ആമകൾ അത് മുട്ടയിട്ട് പോകുന്നത് വരെയും അവർ അത് ജാഗ്രതയോടെ ഇരിക്കണം. അല്ലാത്ത പക്ഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുനരി, കുറുക്കൻ, നായ പോലുള്ള മൃഗങ്ങളൊക്കെ ഇതുങ്ങളെ നശിപ്പിക്കാനും മുട്ടയെടുത്ത് കഴിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവരുടെ ശ്രദ്ധ അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻ, അതായത് വലപ്പെട്ടിട്ടോ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ആയിട്ട് കരയ്ക്കടിയുന്ന ആമകളെ ഇവർ സംരക്ഷിച്ചിട്ട് റിലീസ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കിട്ടിയിട്ടുള്ള ഒരു ആമയാണിത്. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഈ ഒരു ആമ ഫുള്ളായിട്ട് നെറ്റിലൊക്കെ കവർ ചെയ്തിട്ട് ഒരു ചെറിയൊരു അനക്കം പോലും നീങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിനാണ് കുറച്ച് അഴുകിയത്, കുറച്ച് ഇതായത്. കുഴപ്പമില്ല, അത് റെഡിയാണ്. ഒന്നുമില്ല. നമ്മള് മുട്ടേന്റെ സാധനം ഇട്ടത്, നമ്മള് വിരിച്ചു വിട്ടതാണ്. റോഡ് നല്ലതായി ഉണ്ടാവുമോ? അതല്ല, ഇതിപ്പോ കുടുങ്ങിയിട്ട് മൂപ്പരിങ്ങോട്ട് വലിഞ്ഞ് വന്നതാണോ? അതെ, പിന്നെ നീന്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് അല്ല, ഈ അടയാളം അത് മറ്റേ വെച്ചിട്ടുള്ളത് പറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവും. കുപ്പിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതിലെല്ലാത്തിനും കൂടെ കുടുങ്ങിട്ടേ അതിലൊക്കെ കണ്ട എല്ലാം കൂടെ കെട്ടായി കിടക്കാൻ. ഇതിപ്പോ ഇവരുണ്ടല്ലോ